കെ ശ്രീമതിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും വിലക്കിയ നടപടിയിൽ ഉറച്ച സംസ്ഥാന നേതൃത്വം. ദേശീയ തലത്തിലേക്ക് പ്രവർത്തനം മാറ്റണമെന്ന് കെ ശ്രീമതിയോട് ആവശ്യപ്പെടും. അതേസമയം കെ ശ്രീമതിയുടെ പേരിൽ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നതയും ഉണ്ട്. കെ സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നു. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. ഇത് വലിയ ചർച്ചയായ ഒരു സംഭവമാണ്. അങ്ങനെ വിലക്കിയതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വവുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒഴിവാക്കിയത് എന്നാണല്ലോ വിശദമാകുന്നത്. എന്താണ് ഇപ്പോൾ ഇവർക്ക് പറയാനുള്ളത്? ഉറച്ചുനിൽപ്പിന്റെ ഭാഗമായി എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? കെ ശ്രീമതിയുടെ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും രണ്ട് തട്ടിലാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം ഇന്നലെ വന്ന പ്രതികരണങ്ങൾ അത്തരത്തിൽ തന്നെയായിരുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി എ ബേബി പറഞ്ഞതും സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം പി ഗോവിന്ദൻ പറഞ്ഞതും രണ്ട് കാര്യങ്ങളാണ്. ഈ വിലക്ക് ഉണ്ട്, അല്ലെങ്കിൽ 85 വയസ്സ് കഴിഞ്ഞ് അതിനുശേഷം ഇളവ് ലഭിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലേക്ക് കെ ശ്രീമതി എത്തുന്നത് ശരിയല്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് സംസ്ഥാന നേതൃത്വമുള്ളത്. അത് ഒരു ഏകപക്ഷീയമായ ഒരു തീരുമാനമല്ല. സംസ്ഥാന നേതൃത്വത്തിൽ പലർക്കും അത്തരത്തിൽ ഈ തീരുമാനത്തോട് എതിർപ്പുണ്ട് എങ്കിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ കാര്യം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ മറുത്ത് ആരും എതിരഭിപ്രായം പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഏതായാലും അറിയേണ്ടത് കെ ശ്രീമതി അടുത്ത സെക്രട്ടേറിയറ്റ് യോഗത്തിലോ അല്ലെങ്കിൽ വരുന്ന യോഗങ്ങളിലോ എല്ലാം പങ്കെടുക്കുമോ എന്നുള്ളതാണ്. ഏതായാലും അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനുമാവില്ല. കാരണം മഹിളാ അസോസിയേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവർക്ക് പങ്കെടുക്കാം. സാധാരണഗതിയിൽ ഈ CIT-യുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഇളമരം കരിയും പങ്കെടുക്കാറുണ്ട്. മുൻ മന്ത്രി കെ രാധാകൃഷ്ണൻ ഇപ്പോൾ MP ആണ്. അദ്ദേഹം ദേശീയ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹവും പങ്കെടുക്കാറുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ. അത്തരം കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ കെ ശ്രീമതിക്കും പങ്കെടുക്കാം. അതിന് ഏതായാലും തടസ്സമൊന്നും തന്നെ ഇല്ല. പക്ഷേ ഏതായാലും സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് പ്രായപരിധി പൂർത്തിയാക്കി AK ബാലനെ പോലുള്ള നേതാക്കൾ പുറത്ത് നിൽക്കുമ്പോൾ കെ ശ്രീമതി ഉൾക്കൊള്ളുന്നതിൽ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി അവർ എടുത്ത് കാണിക്കുന്നത്. ഇനി ഏതായാലും ഈ യോഗങ്ങളിൽ ശ്രീമതിയുടെ സാന്നിധ്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്.